നാമത്തെ സ്തുതിയായിരിക്കട്ടെ. ഒരു ഭാരതീയന് ആഹ്ലാദത്തിന്റെ അഭിമാനത്തിന്റെ ആനന്ദത്തിന്റെ ദിവസമാണ് ഓഗസ്റ്റ് 15. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച സുന്ദര ദിനം. ഒരു ഭാരതീയ കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം സമ്മാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഓഗസ്റ്റ് 15. കാരണം നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ്ഗാരോപണ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുന്നു. 1950 നവംബർ മാസം 1-ാം തീയതി പരിശുദ്ധ 12-ാം പിയൂസ് മാർപ്പാപ്പ ഔദ്യോഗികമായി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ്ഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ മറിയത്തെ കുറിച്ച് 4 വിശ്വാസ സത്യങ്ങളാണ് ഉള്ളത്. പരിശുദ്ധ മറിയം അമലാത്മകയാണ്, നിത്യകന്യകയാണ്, ദൈവമാതാവാണ്, സ്വർഗ്ഗാരോപിതയാണ്. സ്വർഗ്ഗാരോപണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധ മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവദിക്കപ്പെട്ടു. നമ്മുടെ ശരീരങ്ങൾ വിശുദ്ധിയോടെ സൂക്ഷിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പരിശുദ്ധ മറിയത്തിന്റെ ഈ തിരുനാൾ നമുക്ക് സമ്മാനിക്കുന്നത്. കാരണം നമ്മുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടാനുള്ളവയാണ്. എന്റെ ആത്മാവിനോടും അകക്കാവിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു വികാരമാണ് എന്റെ രാജചിന്ത. ഓർമ്മ വെച്ച നാൾ മുതൽ ഓരോ ഓഗസ്റ്റ് 15 എത്രമാത്രം സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ജീവനും ജീവിതവും നൽകി പിതാമഹന്മാർ വീണ്ടെടുത്ത സ്വാതന്ത്ര്യം നാളുവരെയുള്ള അതിന്റെ പുരോഗതിയും ഉയരും ഓരോ രാജ്യസ്നേഹിയുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വികാരമാണ്. ശാസ്ത്ര രംഗത്തും സാമ്പത്തിക രംഗത്തും സാക്ഷരതയിലും സാങ്കേതിക വിദ്യയിലും രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഓരോ ഭാരതീയനും അളവറ്റ ആവേശം അഭിമാനവും ഉണ്ടായിരുന്നു. സാങ്കേതിക രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയവയിൽ, വിദ്യാഭ്യാസ രംഗത്ത് എഡോസാറ്റ്, എൻഇടി തുടങ്ങിയവയിൽ, ശാസ്ത്ര ലോകത്തും കലാകായിക രംഗങ്ങളിലും എണ്ണിയാലൊടുങ്ങാത്ത വിധം നേട്ടങ്ങളും മുന്നേറ്റങ്ങളും നമ്മുടെ രാജ്യത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത ഭാഷകൾ, മതങ്ങൾ, ആചാരങ്ങൾ, വേഷവിധാനങ്ങൾ, കാലാവസ്ഥകൾ ഇവയെല്ലാം ചേർന്ന ഭാരത സംസ്കാരത്തെ ലോകത്തിൽ തന്നെ അത്ഭുതമാണ്. ഒറ്റ വാക്കിൽ നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഭാരതം. സ്വാതന്ത്ര്യത്തിന്റെ 77 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഭൗതികമായ വളർച്ചയോടൊപ്പം നമ്മുടെ മാതൃരാജ്യത്തിന്റെ ധാർമ്മികമായ ഉന്നതിയെ കുറിച്ച് കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീ സുരക്ഷ, ആരോഗ്യം, ശുചിത്വം, പ്രകൃതി സംരക്ഷണം ഇവയ്ക്കെല്ലാം വേണ്ടിയുള്ള പോരാട്ടം അവസാനമില്ലാത്തവയാണ്. ദാരിദ്ര്യവും സാമ്പത്തിക ബാധ്യതകളും വന്യമൃഗ ശല്യങ്ങളും കാർഷിക പ്രതിസന്ധികളും മനുഷ്യനെ വേട്ടയാടുന്ന ദുരന്തങ്ങളാണ്. ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണെങ്കിൽ കാർഷിക രംഗത്തെ സ്വയം പര്യാപ്തത ഇന്ത്യയെ എത്ര കണ്ട് ഉന്നതിയിലെത്തിക്കും. ഭരണഘടനയിലെ മതേതരത്വ മൂല്യങ്ങൾ മായം ചേർക്കാതെ നടപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ലോകം മനസ്സാക്ഷിക്ക് മുന്നിൽ ലജ്ജിതനായി നമുക്ക് നിൽക്കേണ്ടി വരും. കൂടാതെ മദ്യവും മയക്കുമരുന്നും സഹിഷ്ണുതയില്ലായ്മയും ലൈംഗിക അരാജകത്വവും അനേകരെ അസ്വാതന്ത്ര്യത്തിലേക്കും അരാജകത്വത്തിലേക്കും വലിച്ചിഴക്കുന്നു. സ്വാതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വരികൾ നമുക്ക് ഓർക്കാം. മഹത്തായ ചരിത്രമുള്ള നമ്മുടെ ഈ മഹത്തായ ഭാരതമണ്ണിന്റെ സമൃദ്ധിയെ തിരിച്ചറിഞ്ഞ് അതിനോട് നീതി പുലർത്തുവാൻ ഓരോ ഭാരതീയനും കടമയുണ്ട്. രാജ്യം എനിക്ക് എന്ത് ചെയ്തു എന്നതിലല്ല, രാജ്യത്തിന് ഞാൻ എന്ത് ചെയ്തു എന്നതിലാണ് കാര്യം എന്ന് പ്രസിഡന്റായ കെനഡി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. രാജ്യനന്മയ്ക്ക് എന്നിന്റെ ചെറുവെട്ടം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ എന്റെ ജീവിതം സഫലമാകുന്നു. ഭാരതമണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് നമ്മുടെ അഭിമാനത്തിന്റെ അടയാളമായ പതാക ഉയർത്തുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. എന്റെ രാജ്യം എന്റെ അഭിമാനമായി മാറുവാൻ എന്നിലെ ചെറുവെട്ടം കൂടി ചേർത്ത് വയ്ക്കുമെന്ന്. എല്ലാവർക്കും ഈ സുന്ദര ദിനത്തിന്റെ ആശംസകൾ നേർന്നു